ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കലാകായികം സംസ്കാരം എന്ന് പറയുന്ന നമുക്കൊരു ടോപ്പിക്ക് നമുക്ക് എന്താണ് 10th മെയിൻസിനും അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്കറിയാം അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത്തിരി റാങ്ക് മേക്കിംഗ് ആയിരിക്കും എല്ലായ്പ്പോഴും. കാര്യം അത്യാവശ്യം ചിലപ്പോൾ വരികളൊക്കെ ആയിരിക്കും തരുന്നത്, അത്യാവശ്യം ടഫായ വരികളായിരിക്കും തരുന്നത്. അതേപോലെ കായികവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും സംസ്കാരവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം. അല്ലാതെ നമുക്കിതെല്ലാം കൂടി വാരി വലിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിളായ കാര്യമല്ല. പക്ഷേ ഈ വരികളൊക്കെ പണ്ട് ചോദിച്ചിരിക്കുന്നതും ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ ചോദിക്കുന്ന കാര്യങ്ങൾ, പുതിയതായി ചോദിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, നമ്മൾ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്കത് അടുത്ത പരീക്ഷകൾക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ഇത് തിരഞ്ഞെടുത്ത ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അത് നമുക്ക് പതുക്കെ അങ്ങനെ നമ്മുടെ ഒരു 2021 മുതൽ 25 വരെ നടത്തിയ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഓരോന്നായിട്ട് റിവൈസ് ചെയ്ത്, ഇപ്പൊ നമുക്ക് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനം നടത്തിയ എക്സാംസിന്റെ ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പഠിച്ചിട്ട് നമുക്ക് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം നമുക്ക് കവർ ചെയ്ത് വരാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഇവിടെ നോക്കിക്കേ, മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം, ഗുസ്തി താരമായ ധ്യാൻചന്ദിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരം. മികച്ച കായിക പരിശീലകർക്കുള്ള നൽകുന്ന പുരസ്കാരം. KM ബീനാമോള്, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. ധ്യാൻചന്ദ് പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ധ്യാൻചന്ദ് എന്ന് പറഞ്ഞ ആരാണ് നമുക്കറിയാം. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാ? ധ്യാൻചന്ദ്, അല്ലെ? ഹോക്കി മാന്ത്രികൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം മികച്ച ക്രിക്കറ്റർക്കുള്ള ആയിരിക്കില്ല അതെന്തായാലും, മികച്ച ഗുസ്തി താരവുമല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ അത് രണ്ടുമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അവിടെ രണ്ടുള്ളത് നോക്കിക്കേ, ഇതൊന്നുമല്ല, ഇതല്ല, എല്ലാം തെറ്റ്. ഇതേ മാത്രമേ നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് വരാനുള്ളൂ. എല്ലാം തെറ്റാണ്. അപ്പൊ നമുക്ക് ഓരോന്നും ശരി എന്താന്ന് പഠിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം എന്നാണ്. ധ്യാൻചന്ദ് പുരസ്കാരം കൊടുക്കുന്നത് കായിക രംഗത്തെ ആജീവനാന്ത മികവിനാണ് എന്ത് നൽകുന്നത്? ധ്യാൻചന്ദ് പുരസ്കാരം കൊടുക്കുന്നത്. ആജീവനാന്ത മികവിനാണ് ധ്യാൻചന്ദ് പുരസ്കാരം. ഓക്കെ, എത്ര ലക്ഷം രൂപയാണ് ഇത് തുടങ്ങി വെച്ചത് എന്നാണ്? 2002ലാണ് ധ്യാൻചന്ദ് പുരസ്കാരം തുടങ്ങി വെക്കുന്നത്, 2002. ഇനിയിപ്പോ നമുക്ക് അറിയേണ്ടത് ഗുസ്തി താരമായ ധ്യാൻചന്ദ് ആണോ? ഗുസ്തി താരമല്ല, നമുക്കറിയാം ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദ് ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്ന ഓഗസ്റ്റ് 29. ഓക്കെ, നമുക്കറിയാം കേരളത്തിലെ കായിക ദിനം നമ്മുടെ ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ്. ഇത് ദേശീയ കായിക ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? അത് ദ്രോണാചാര്യ അവാർഡാണ്. ദ്രോണാചാര്യ അവാർഡ്, മികച്ച കായിക. അപ്പൊ ഇതും ധ്യാൻചന്ദ് പുരസ്കാരമല്ല. KM ബീനാമോള്, അതേപോലെ അഞ്ജു ബോബി ജോർജ്, ഇവർക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. അപ്പൊ ആർക്കൊക്കെയാണ് നമുക്ക് ലഭിച്ചതെന്ന് നോക്കാം. ധ്യാൻചന്ദ് പുരസ്കാരം ആദ്യമായി ലഭിച്ച മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ അത് 2019 ആരാണ്? മാനുവൽ ഫെഡറിക് ആണ്. മാനുവൽ ഫെഡറിക്. ഓക്കെ, അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ധ്യാൻചന്ദ് പുരസ്കാരം ലഭിക്കുന്നത്. ആദ്യ മലയാളി ചോദിച്ചാൽ മാനുവൽ ഫെഡറിക് ആണ്. 2020 ജിൻസി ഫിലിപ്പിന് ലഭിച്ചിട്ടുണ്ട്. ജിൻസി ഫിലിപ്പ്. ഓക്കെ, അത്ലറ്റ് ആണ്, അതായത് റിലേ താരമാണ്. പിന്നെ 2021 ആർക്ക് ലഭിച്ചു? KC ലേഖയ്ക്ക് ലഭിച്ചു. KC ലേഖ ആരാണ്? ബോക്സിംഗ് താരമാണ്. ബോക്സിംഗ്. ഓക്കെ, അപ്പൊ ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്കപ്പോ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? കായിക രംഗത്തെ ആജീവനാന്ത മികവിന് നൽകുന്ന പുരസ്കാരമാണ്. 2002ലാണ് തുടങ്ങി വെച്ചത്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നതാണ് ധ്യാൻചന്ദ്. ഓഗസ്റ്റ് 29 അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഒന്നുകൂടെ പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്ത്? ഗോൾ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഗോൾ എന്നുള്ളത്. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ധ്യാൻചന്ദിന്റെ ആത്മകഥയുടെ പേരാണ് ഗോള്. ഇനി മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം ദ്രോണാചാര്യ അവാർഡാണ്. ഇനി ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ്? ആദ്യമായി ലഭിച്ച മലയാളി ചോദിച്ചാൽ 2019 മാനുവൽ ഫെഡറിക് ആണ്. 2020 ജിൻസി ഫിലിപ്പ് അത്ലറ്റ് ആണ്. എന്തിനാണ്? റിലേ താരമാണ്. 2021 KC ലേഖയ്ക്ക് ബോക്സിംഗ് ആണ്. ഓക്കെ ആണല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
മുസിരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താണ് മുസിരീസ് പൈതൃക പദ്ധതി എന്നറിയണം. അതായത് നമ്മുടെ എറണാകുളം ജില്ലയിലെ പറവൂര് മുതല് എവിടെയാണ്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂര് വരെയുള്ള ഇങ്ങനത്തെ നമ്മുടെ ഈ പൈതൃകമായിട്ടുള്ള സംഭവങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് മുസിരീസ് പൈതൃക പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മുതൽ അവിടം വരെയുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ചേരമാൻ ജുമാ മസ്ജിദ് അതിൽ ഉൾപ്പെടുന്നതാണ്. ഒന്ന് ഓർത്ത് വെക്കുക, കാര്യം ഇതിൽ ഒത്തിരി ഉണ്ട്. മുസിരീസ് പൈതൃക പദ്ധതി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 10-28ഓളം ഇങ്ങനത്തെ ഈ ചേരമാൻ ജുമാ മസ്ജിദ്, പാലിയം കോവിലകം, സഹോദരൻ അയ്യപ്പൻ ഭവനം, അതേപോലെ കേസരി ബാലകൃഷ്ണ മ്യൂസിയം, പിന്നെ പറവൂർ ജൂതപ്പള്ളി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു 30ഓളം ഉണ്ട് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളുടെ പേര്. ഇതിൽ നമുക്ക് അറിയാവുന്നത് സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്, ഫോർട്ട് കൊച്ചിയാണ് ഇടാത്തത്. കാര്യം എന്താണ്, നമുക്കറിയാം എറണാകുളം ജില്ലയിൽ പറവൂര് മുതലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറവൂര് മുതൽ തൃശ്ശൂർ വരെ, കൊടുങ്ങല്ലൂർ വരെയാണ്. അപ്പൊ നമുക്ക് അതിനുള്ളിലാണ്, അതായത് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ എറണാകുളം എങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് ഫോർട്ട് കൊച്ചി കിടക്കുന്നത്, ഇവിടെയാണ് പറവൂര് തുടങ്ങുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഫോർട്ട് കൊച്ചി ആ ഒരു റീജിയൻ അല്ല, അത് എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്നവർക്ക് ആ ഫോർട്ട് കൊച്ചി എന്നൊരു ഓപ്ഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ സഹോദരൻ അയ്യപ്പൻ ഭവനമൊക്കെ ചെറായിലാണ്. പാലിയം കോവിലകം പറയുക, മുസിരീസ് പൈതൃക പദ്ധതി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ പറവൂര് മുതൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വരെയാണ്. ചേരമാൻ ജുമാ മസ്ജിദ് ഉണ്ട്, പാലിയം കോവിലകം, പറവൂർ ജൂതപ്പള്ളിയുണ്ട്, അതേപോലെ കേസരി ബാലകൃഷ്ണ സ്മാരകം, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അതൊന്ന് വായിച്ചെങ്കിലും വിട്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇരയിമൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത്. ഉത്തരാസ്വയംവരം ഇരയിമൻ തമ്പിയുടെ ആട്ടക്കഥയാണ്. ദക്ഷയാഗം, കീചകവധം ഇതെല്ലാം ഇരയിമൻ തമ്പിയുടേതാണ്. തോരണ യുദ്ധമാണ് ഇരയിമൻ തമ്പിയുടെ അല്ലാത്തത്. അപ്പൊ ആരുടേതാണ് തോരണ യുദ്ധം എന്ന് പറയുന്നത്? അത് കൊട്ടാരക്കര തമ്പുരാന്റേതാണ് എന്ത് തോരണ യുദ്ധം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ആണ് ചേരുംപടി ചേർക്കുക. ഇറാനിമോസ്, പീലിപ്പോസ്, ഉണ്ണിച്ചക്കൻ, വാവച്ചൻ, ഇതൊന്നും നമ്മൾ നോർമലി നമ്മൾ കുറെ കഥാപാത്രങ്ങളും കഥകളും പഠിച്ചു വെക്കുന്നുണ്ട്. ഇതെന്താണ്, പുതിയ ആൾക്കാരുടെയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം പുതിയ കഥകളാണ്. ഇതിൽ നമുക്ക് ആകപ്പാടെ നമ്മൾ കേട്ടിരിക്കുന്നത്, ഇപ്പൊ വായിക്കുന്നവർക്ക്, വായനാശീലം ഉള്ളവർക്കാണെങ്കിൽ ഇത് നിങ്ങൾ എല്ലാവരെയും കേട്ടിട്ടുണ്ടാകും, എല്ലാ കഥകളും കേട്ടിട്ടുണ്ടാകും. പക്ഷെ വായനാശീലം പൊതുവെ കുറവുള്ളവർക്ക്, ഈ PSCക്ക് വേണ്ടി മാത്രം പഠിക്കുന്നവർക്കാണെങ്കിൽ മീശ കേട്ടിട്ടുണ്ടാകും. കാര്യം നമുക്കറിയാം മീശ S ഹരീഷിൻ്റെതാണ് എന്നുള്ളത് നമുക്ക് അവാർഡൊക്കെ കിട്ടിയതുകൊണ്ട് അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് നോക്കാം. ഇറാനിമസ് എന്ന് പറയുന്നത് ഇറാനിമസ് എന്ന് പറയുന്നത് ഒരു കഥാപാത്രമാണ് കരിക്കോട്ടക്കരി എന്ന കൃതിയിലെ. അത് ആരുടേതാണ് കരിക്കോട്ടക്കരി? വിനയ് തോമസിന്റെ ഒരു കൃതിയാണ് കരിക്കോട്ടക്കരി. ഇതിൽ അത്യാവശ്യം ബാക്കി 3 എല്ലാം തന്നെ ഈ ദളിത് വർഗത്തിന്റെ ആ ഒരു അവസ്ഥകളും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. ഇറാനിമസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കൊച്ചു ചെക്കന്റെ കഥയാണ്. അവൻ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും അവൻ മാത്രം കറുത്താണ് ഇരിക്കുന്ന ആ വീട്ടിൽ. അവന്റെ ആ ഒരു എന്തുകൊണ്ടാണെന്നുള്ള തിരക്കി പോകുന്നതും ആ ഒരു ദളിത് ക്രൈസ്തവ കുടുംബത്തിന്റെ ഒക്കെ കഥ പറയുന്നതാണ് ഇറാനിമസ് കരിക്കോട്ടക്കരി എന്ന് പറയുന്നത്, വിനയ് തോമസിൻ്റെത്. നെക്സ്റ്റ് പറയുന്നത് പീലിപ്പോസ് എന്ന് പറയുന്നത് അടി. ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഈ 4 കൃതികളും നിങ്ങൾ എന്ത് ചെയ്യുക, 4 കഥാപാത്രങ്ങളും കൃതികളും പഠിച്ചു വെക്കുക. കാര്യം ഇത് ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്ത് ചോദിക്കാം? പീലിപ്പോസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അല്ലെങ്കിൽ ചോദിക്കാം മീശ എന്ന കൃതിയിലെ കഥാപാത്രം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അങ്ങനെയും ചോദിക്കാം. മാച്ച് ഓഫ് ഫോളോയിങ് അല്ലാണ്ട്. കാര്യം ഇത് ഒരു വട്ടം ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പീലിപ്പോസ് ആരുടേതാണ്? അടി ആരുടെ കഥ ഇതാണ്? അത് ഷിനിലാലിന്റെ കഥയാണ്. ഷിനിലാലിന്റെ കഥയാണ് പീലിപ്പോസ് അടി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഉണ്ണിച്ചക്കൻ എന്ന് പറയുന്നത് അടിയാളപ്രേതത്തിലെ കഥയാണ്. ഒരു 3-4 കഥാപാത്രങ്ങളുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അടിയാളപ്രേതം എന്ന് പറയുന്നത്. PF മാത്യൂസിൻ്റെതാണ്. PF മാത്യൂസ് ആണ് അടിയാളപ്രേതം. ഉണ്ണിച്ചക്കൻ, PF മാത്യൂസ്. ഈ ഓതേഴ്സിന്റെ പേരും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വരുന്നത് വാവച്ചനാണ്. വാവച്ചൻ ഏതാണ്? മീശ ആരുടേതാണ്? S ഹരീഷ് ആണ്. ഓക്കെ, അപ്പൊ ഇറാനിമസ് കരിക്കോട്ടക്കരി വിനയ് തോമസ്, പീലിപ്പോസ് അടി ഷിനിലാൽ, ഉണ്ണിച്ചക്കൻ അടിയാളപ്രേതം PF മാത്യൂസ്, വാവച്ചൻ മീശ S ഹരീഷ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുവാണ്, വായിച്ചു നോക്കുക. നമ്മൾ അധികം കേൾക്കാത്ത കുറെ വരികളാ തന്നിരിക്കുന്നതാ. ഇപ്പുറത്തെ ഓതേഴ്സിന്റെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അറിയാവോ എന്ന് നോക്കുക. അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ
നിങ്ങൾ ആരും ഈ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വായിക്കാത്ത കുറെ കൃതികളാണ് അല്ലെങ്കിൽ വരികളാണ് തന്നിരിക്കുന്നത്. ഇത് വായിച്ച് സമയം കളയരുത്. നമ്മുടെ ടൈം കളയാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. നേരെ അതങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക. ഓക്കെ, കാര്യം അത്ര വായനാശീലം ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ കവിതകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മളൊരു നോർമലി PSCക്ക് വേണ്ടി പഠിക്കുന്നവര്, PSCക്ക് വേണ്ടി മാത്രം വായിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ഒന്നും ആൻസർ എഴുതാൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, വായിച്ച് സമയം കളയരുത്. ഓക്കെ, ഇപ്പൊ ഇനി ഇവിടെ നോക്കുക, നമുക്കറിയാം ഇപ്പൊ ഒരു വള്ളത്തോള്, ജി ശങ്കരക്കുറുപ്പ്, അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ പേരുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളുടെ വരികൾ ഏതെങ്കിലും നമുക്ക് പഠിച്ച വരികൾ എന്തായാലും തന്നിട്ടുണ്ടാകും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ചിലപ്പോൾ ആൻസർ കണ്ടെത്താനും പറ്റും. അപ്പൊ അതുകൊണ്ട് ആൾക്കാരുടെ പേരും വരികളൊക്കെ ജസ്റ്റ് ഓടിച്ചൊന്ന് വായിച്ചു നോക്കി അതിൽ കൂടുതൽ തല പുകഞ്ഞ് സമയം കളയരുത്. ഇതിന്റെ ആൻസർ പറഞ്ഞു തരാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ആൻസർ എ ആണ്. ഇതാണ് PSCയുടെ ആൻസർ. ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് PSC നന്നായിക്കണല്ലോ, അപ്പൊ എന്തായാലും ഇത് കറക്റ്റ് ആയിരിക്കും. മിടുക്കർ കൈരണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും, മടിയർ മടിയരോട് കൈ കോർക്കുമ്പോൾ കാലം അട്ടിമറിയും. PN ഗോപികൃഷ്ണന്റേതാണ്. ഈ PN ഗോപികൃഷ്ണന് കുറച്ച് പ്രത്യേകതകളുണ്ടല്ലോ. എന്താണ് PN ഗോപികൃഷ്ണന്റെ പ്രത്യേകത? PN ഗോപികൃഷ്ണൻ എന്താണ്? ഓടക്കുഴൽ അവാർഡ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ആര്? PN ഗോപികൃഷ്ണൻ. എന്താണ് അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കവിത മാംസഭോജിയാണ്. 2024 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? അത് K അരവിന്ദാക്ഷനാണ്. K അരവിന്ദാക്ഷൻ. എന്താണ് അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ്? ഗോപ. ഗോപ എന്ന കൃതിക്കാണ് അരവിന്ദാക്ഷന് എന്ത് ലഭിക്കുന്നത്? 2024 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അടുത്ത് നോക്കുക. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു 4 വരികളും ഈ ഇവരുടെ ഓതേഴ്സിനെ പഠിച്ചു വെച്ചേക്കണം. കാര്യം ഇതിനിപ്പോ ഒരെണ്ണം മാത്രമായിട്ടും അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഇതങ്ങ് വിട്ടിരിക്കുക. പക്ഷേ എന്താണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചിട്ടേ പോകാവൂ. ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് കേട്ടോ. മിടുക്കർ കൈ രണ്ട് ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും, മടിയർ മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറിയും. എന്താണ്? PN ഗോപികൃഷ്ണന്റേതാണ്. അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ ഒറ്റഞ്ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ. ആരാണ്? B ആണല്ലേ. B എന്ന് പറയുന്ന 3 അനിത തമ്പിയുടേതാണ്. റെയിൽവക്കത്ത് നിന്നൊന്നേ രണ്ടെണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ പൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും. വായിക്കാൻ തന്നെ എന്ത് പാടാൻ നോക്കിക്കേ. P രാമന്റേതാണ് ഇത്. അടുത്തത്, അവരവർ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെ തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെ തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കിറുകൃത്യമായ എണ്ണം എന്ന് പറഞ്ഞത് ആരാണ്? അത് ഓപ്ഷൻ A 1 ഏതാണ്? അസീം താന്നിമൂടിൻ്റെതാണ് ആ വരികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അവർ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെ തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെ തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കിറുകൃത്യമായ എണ്ണം. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ 4 വരിയും അവരുടെ ഓതേഴ്സിനെയും പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് നോക്കാം. വിദ്യാപോഷിണി എന്ന സഭ. വിദ്യാപോഷിണി ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റെതാണ് വിദ്യാപോഷിണി. ഇപ്പൊ നമുക്ക് സഹോദരൻ അയ്യപ്പൻ, നമുക്ക് സംസ്കാരം എന്ന ടോപ്പിക്കിലാണ് ഈ നമ്മുടെ സാംസ്കാരിക നായകന്മാരെ പറ്റി പഠിക്കാനുള്ളത്. കേരള ഹിസ്റ്ററിയിൽ വരുമ്പോൾ എന്താണുള്ളത്? അന്നത്തെ സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ മാത്രമേ നമുക്ക് കേരള ഹിസ്റ്ററിയിൽ വരുന്നുള്ളൂ. സംസ്കാരത്തിലാണ് ഈ ആൾക്കാർ ഓരോരുത്തരെ പറ്റിയും നമുക്ക് പഠിക്കാനുള്ളത്. സഹോദരൻ അയ്യപ്പൻ ഇനിയിപ്പോ നമ്മുടെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ജനനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അറിഞ്ഞിരിക്കുക, 1889 ഓഗസ്റ്റ് 21 അദ്ദേഹം ജനിച്ചത്. എവിടെയാണ്? ചെറായിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1968 മാർച്ച് 6 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പത്രമാണ് യുക്തിവാദി എന്ന പത്രം അദ്ദേഹത്തിൻ്റെതാണ്. അതേപോലെ അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സംഘടനയാണ് ആദിവൈപ്പിൻ തൊഴിലാളി സംഘം. ആദിവൈപ്പിൻ തൊഴിലാളി സംഘം. അതായത് സഹോദരൻ അയ്യപ്പൻ തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ സംഘടനയാണ് ആദിവൈപ്പിൻ തൊഴിലാളി സംഘം. ഇനി അതേപോലെ അദ്ദേഹം തുടങ്ങിയ മറ്റു 2 സംഘടനകളുടെ പേരാണ് സഹോദര സംഘം. സഹോദര സംഘമുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ സേവികാ സമാജം. എന്താണ്? ശ്രീനാരായണ സേവികാ സമാജവും ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റെതാണ്. പിന്നെയുള്ളതാണ് അദ്ദേഹം വനിതകൾക്ക് വേണ്ടി തുടങ്ങിയതാണ് ശാന്തി മന്ദിരം. വനിതകൾ, അതായത് ആരുമില്ലാത്ത വനിതകളും അതേപോലെ അംഗഭംഗം സംഭവിച്ചവർക്ക് വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ശാന്തി മന്ദിരം തുടങ്ങിയത്. ഇനി അതേപോലെ അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തുടങ്ങിയതാണ് ആനന്ദഭവനം. ആനന്ദഭവനം. ഓക്കെ,
ശാന്തി മന്ദിരം വനിതകൾക്ക് വേണ്ടിയും ആനന്ദഭവനം അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയുമാണ്. അതേപോലെ തന്നെ SA റോഡ് ഉണ്ട്. സഹോദരൻ അയ്യപ്പൻ റോഡ് എവിടെയാണെന്ന് അറിയാവോ? ഞങ്ങളുടെ ഇവിടെ വൈറ്റിലയിലാണ് സഹോദരൻ അയ്യപ്പൻ റോഡ് ഉള്ളത്. അതായത് MG റോഡിന്റെ ആ ഒരു പണിക്ക് വേണ്ടിയിട്ടൊക്കെ ഇദ്ദേഹം ഒത്തിരി പ്രയത്നിച്ചാണ്. അതുകൊണ്ടാണ് ഈ വൈറ്റിലയിൽ നിന്ന് നമ്മുടെ കടവന്ത്രയ്ക്ക് പോകുന്ന ഒരു റോഡുണ്ട്, അതിന്റെ പേര് തന്നെ സഹോദരൻ അയ്യപ്പൻ റോഡ് എന്നാണ്. ഇനി അദ്ദേഹം 1948 കൊച്ചി മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നേ. 1948 അദ്ദേഹം എന്തായിരുന്നു? കൊച്ചി മന്ത്രിസഭയിലെ പൊതുമരാമത്ത്, കേരളത്തിലല്ല കേട്ടോ, കൊച്ചി മന്ത്രിസഭയില്. കേരളം അപ്പൊ രൂപീകരിച്ചിട്ടില്ല. അപ്പൊ എന്താണ്? കൊച്ചി മന്ത്രിസഭയില് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് സഹോദരൻ അയ്യപ്പനാണ്. വയനാട് ദേശം പശ്ചാത്തലമാക്കി വരുന്ന ഷീല ടോമിയുടെ നോവലാണ് എന്ത്? വല്ലി. നെല്ല് ആരുടേതാണ്? നെല്ല് പി വത്സലയുടെ നോവലാണ് നെല്ല്. പി വത്സല എന്നാണ് മരിക്കുന്നത്? 2023 നവംബർ 21 പി വത്സല മരിക്കുന്നത്. പഠിച്ചു വെക്കുക, ചിലപ്പോൾ ഈ മരിച്ച ദിവസങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ അതായത് പി വത്സല മരിച്ച ഒരു 6 മാസത്തിന് ശേഷമാണ് പി വത്സലയുടെ അവസാന നോവല് പുറത്തിറങ്ങുന്നത്. അതിന്റെ പേരാണ് എന്ത്? പഠിച്ചു വെക്കുക, ചിത്രലേഖ എന്ന നോവല് പി വത്സലയുടെ എന്താണ്? മരണശേഷം, അതായത് മരിക്കുമ്പോൾ പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതെന്താണ്? അത് അത്യാവശ്യം പൂർണ്ണത നേടിയെന്ന് പറഞ്ഞ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പബ്ലിക്കേഷൻസ് അത് 6 മാസത്തിന് ശേഷം അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് എന്ത്? ചിത്രലേഖ. പി വത്സലയുടെ അവസാന നോവൽ ചോദിക്കാം, ചിത്രലേഖ. നെക്സ്റ്റ് നോക്കാം. ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേരാണ് എന്ത്? നീലവെളിച്ചം. ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് നീലവെളിച്ചം. അത് ഭാർഗവി നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ ഒരു കൃതിയാണ്. നമുക്ക് നീലവെളിച്ചം എന്ന് പറയുന്ന ടോവിനോട് ഒരു മൂവി ഉണ്ട്. ആ ഒരു മൂവിയും ഏകദേശം ഇതേ ഭാർഗവി നിലയം പോലത്തെ അങ്ങനത്തെ ഒരു കഥ പറയുന്ന ഒരു മൂവിയാണ് നീലവെളിച്ചം. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? ധ്യാൻചന്ദ് അവാർഡ് നേടുന്ന ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. ഉണ്ടോ? അതായത് നമുക്കറിയാം ധ്യാൻചന്ദ് അവാർഡ് എന്ന് പറഞ്ഞാൽ ആജീവനാന്ത, അതായത് അദ്ദേഹം പണ്ട് എപ്പോഴും ഒളിമ്പിക്സിൽ മെഡൽ നേടിയതിന്റെ ഒക്കെ കൂടിയായിട്ട് പരിഗണിച്ചിട്ടാണ് അദ്ദേഹത്തിന് 2019 ധ്യാൻചന്ദ് അവാർഡ് കൊടുക്കുന്നത്. ഒളിമ്പിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ശരിയാണ്. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഇവ മൂന്നും എന്താണ്? ശരിയാണ്. അപ്പൊ ചോദിക്കാറുണ്ട്, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? പങ്കെടുത്തത്. ഓക്കെ, നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? മെഡൽ നേടിയ കാര്യമാണ്. ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് പങ്കെടുത്ത ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? CK ലക്ഷ്മണനാണ്. എങ്കിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് PT ഉഷയാണ്. പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷയാണ്. ഫൈനലിൽ എത്തുന്ന മലയാളി വനിത PT ഉഷയും ആദ്യമായി സെമി ഫൈനൽ കടക്കുന്ന മലയാളി വനിത ഷൈനി വിൽസണുമാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. ആണോ? അല്ല. എന്താണ് നമുക്ക് വേണ്ടത്? ശരിയാണ്. കായിക ബഹുമതി എന്ന് പറയുന്നത് ഏതാണ്? ഉയർന്ന ബഹുമതി എന്ന് പറയുന്നത് ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡാണ്. 25 ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. അർജുന അവാർഡിന്റെ സമ്മാനത്തുക 15 ലക്ഷമാണ്. ധ്യാൻചന്ദിൻ്റെത് 25 ലക്ഷമാണ് കേട്ടോ. അർജുന അവാർഡ് തുടങ്ങിയത് 1961 ധ്യാൻചന്ദ് അവാർഡ് തുടങ്ങിയത് 1991-92 സമയങ്ങളിലാണ്. 25 ലക്ഷം രൂപയാണ് ഏറ്റവും ഉയർന്ന ബഹുമതി എന്ന് ചോദിക്കുന്നത് ധ്യാൻചന്ദ് അവാർഡാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് പറയുന്നത്? 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. ഇത് ശരിയാണ്. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ഇതും രണ്ടും എന്താണ്? ശരിയാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 2, 3 ശരിയായിട്ട് വരേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് 2024 അർജുന അവാർഡ് നിങ്ങളൊന്ന് വായിച്ചു വെക്കണം. അതിൽ മലയാളികളുടെ പേരെങ്കിലും ജസ്റ്റ് നോക്കണം. മലയാളിയായിട്ട് വരുന്ന സാജൻ പ്രകാശാണ്. സ്വിമ്മിംഗ് താരമായ സാജൻ പ്രകാശ് അർജുന അവാർഡ് ലഭിച്ചതാണ്. സാജൻ പ്രകാശ് എന്താണ്? അദ്ദേഹം സ്വിമ്മിംഗ് താരമാണ്, മലയാളിയാണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കാം 2024 അർജുന അവാർഡ് നേടിയ മലയാളി ആര്? സാജൻ പ്രകാശ് സ്വിമ്മിംഗ് താരമാണ്. ഇനി നമുക്കറിയേണ്ടത് അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ അത് C ബാലകൃഷ്ണനാണ്. C ബാലകൃഷ്ണൻ. എന്തിനാണ്? പർവ്വതാരോഹണമാണ് അദ്ദേഹത്തിന്റെ ഇനം എന്ന് പറയുന്നത്. C ബാലകൃഷ്ണൻ അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ മലയാളി വനിതയാണെങ്കിൽ അത് KC ഏലമ്മ. ഞാൻ എല്ലാ മലയാളികളുടെ കാര്യമാണ് പറയുന്നത് കൊണ്ട് മലയാളി എന്ന് എഴുതുന്നില്ല. ആദ്യമായി
അർജുന അവാർഡ് ലഭിച്ച മലയാളി അത്ലറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, അത്ലറ്റ് ആണെങ്കിൽ അത് ആരാണ്? അത് TC യോഹന്നാൻ ആണ്. TC യോഹന്നാൻ. ഓക്കെ. അതേപോലെ തന്നെ ആദ്യ മലയാളി ഫുട്ബോളർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണെന്ന് നമുക്കറിയാം, IM വിജയൻ. ഓക്കെ. അപ്പൊ എന്താണ്? അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ചോദിച്ചാൽ സി ബാലകൃഷ്ണൻ പർവ്വതാരോഹണം. ആദ്യ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ KC ഏലമ്മ. ആദ്യ മലയാളി അത്ലറ്റ് ചോദിച്ചാൽ അത് TC യോഹന്നാൻ. ആദ്യ മലയാളി ഫുട്ബോൾ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് IM വിജയനാണ്. അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആണ്, തിരിഞ്ഞൊന്നും പോകരുത് പഠിക്കുമ്പോൾ. 2023 ഏകദേശം 26ഓളം ആൾക്കാർക്ക് എന്തോ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2024 ജസ്റ്റ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എന്താണ് 2024 പഠിക്കേണ്ടത്? ധ്യാൻചന്ദ് അവാർഡാണ്. നമുക്കറിയാം ധ്യാൻചന്ദ് അവാർഡും അർജുന അവാർഡ് ഒരുമിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 4 പേർക്കാണ് ലഭിക്കുന്നത്. അത് ആർക്കൊക്കെയാണ്? ഒന്ന് നമ്മുടെ മനു ഭാക്കർ ആണ്. നമുക്കറിയാം ഒളിമ്പിക്സ് മെഡൽ നേടിയ മനു ഭാക്കർ റൈഫിൾ താരമാണ്. മനു ഭാക്കറിന് ലഭിച്ചു. പിന്നെ ആരാണ്? ഗുകേഷിന് ലഭിച്ചു. ഗുകേഷ് ആരാണ്? ഗുകേഷ് നമുക്കറിയാം ചെസ്സിന്റെ വേൾഡ് ചാമ്പ്യൻ ആയിട്ട് തിരഞ്ഞെടുത്താണ് ഗുകേഷ്. പിന്നെയുള്ളത് ഹർമൻ പ്രീത് സിംഗ്. ആരാണ് ഹർമൻ പ്രീത് സിംഗ്? നമ്മുടെ ഹോക്കി ക്യാപ്റ്റൻ ആണല്ലേ ഹർമൻ പ്രീത് സിംഗ്. പിന്നെയുള്ളത് പ്രവീൺ കുമാർ ആണ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്. ഇവർക്ക് 4 പേർക്കാണ് ധ്യാൻചന്ദ് അവാർഡ് 2024 ലഭിച്ചത്. അതിൽ പിന്നെ അർജുന അവാർഡ് ലഭിച്ച മലയാളിയാണ് സാജൻ പ്രകാശ്, സ്വിമ്മിംഗ് താരമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക. കേരള സംഗീത നാടക അക്കാദമി ഏതാണ്? അത് കേളിയാണ്. കേളി. ഓക്കെ. അപ്പൊ പൊലി എന്തിൻ്റെതാണ്? പൊലി എന്ന് പറയുന്നത് കേരള ഫോക്ലോർ അക്കാദമിയുടേതാണ്. ഫോക്ലോർ. ഇനി വിജ്ഞാന കൈരളി എന്തിൻ്റെതാണ്? വിജ്ഞാന കൈരളി എന്ന് പറയുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതാണ് വിജ്ഞാന കൈരളി. എങ്കിൽ ചോദിക്കാറുണ്ട് തളിര്. ഇവിടെ എഴുതാം. തളിര് എന്തിൻ്റെതാണ്? കേരള ബാലസാഹിത്യ മാസികയുടേതാണ് എന്ത്? തളിര് എന്ന് പറയുന്ന മുഖപത്രം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അക്ഷര കൈരളി. അക്ഷര കൈരളി എന്തിൻ്റെതാണ്? അക്ഷര കൈരളി എന്ന മുഖമാസിക ആരുടേതാണ്? അത് കേരള സാക്ഷരതാ മിഷനാണ്. കേരള സാക്ഷരതാ മിഷന്റേതാണ് അക്ഷര കൈരളി വരുന്നത്. പിന്നെ വരുന്നത് കൽപ്പധേനു. കൽപ്പധേനു എന്തിൻ്റെതായിരിക്കാം? കൽപ്പധേനു എന്ന് പറയുന്നത് കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാലയുടേതാണ് കൽപ്പധേനു എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ എന്തൊക്കെയാണ്? പൊലി ഫോക്ലോർ അക്കാദമിയാണ്. അതേപോലെ വിജ്ഞാന കൈരളി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയാണ്. തളിരാണെങ്കിൽ കേരള ബാലസാഹിത്യത്തിൻ്റെതാണ്. അക്ഷര കൈരളി ആണെങ്കിൽ കേരള സാക്ഷരതാ മിഷന്റേതാണ്. കൽപ്പധേനു എന്ന് പറയുന്നത് കേരള കാർഷിക സർവകലാശാലയുടേതാണ്. ഇനി നമുക്കറിയാം കേരള സംഗീത നാടക അക്കാദമി എന്നാണ് 1958 അത് തുടങ്ങുന്നത്. എവിടെയാണ് സംഗീത നാടക അക്കാദമി? തൃശ്ശൂരാണ്. അതേപോലെ തന്നെ ആരാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു ആണ് ഇനാഗുറേറ്റ് ചെയ്തത്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് മങ്കുത്തമ്പുരാനാണ്. മങ്കുത്തമ്പുരാനാണ് ആദ്യ ചെയർമാൻ. നിലവിൽ ആരാണ്? നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്. എവിടെയാണ്? അത് തോന്നയ്ക്കലാണ്. തോന്നയ്ക്കലാണ് കുമാരനാശാൻ സ്മാരകം. തോന്നയ്ക്കൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? വാസനാവികൃതി വിദ്യാവിനോദിനി എന്നതിലാണ്. ആരാണ് വാസനാവികൃതിയുടെ ഓദർ എന്ന് പറയുന്നത്? അത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് വാസനാവികൃതി എന്ന കൃതിയുടെ ഓദർ എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? ആദ്യത്തെ സൈബർ നോവൽ എന്ന് പറയുന്നത് ചോദിക്കുന്നതാണ്. സൈബർ നോവല് നൃത്തമാണ്. നൃത്തം ആരുടേതാണ്? നൃത്തം മുകുന്ദന്റെ നൃത്തം. മുകുന്ദൻ. പിന്നെ ചോദിക്കാറുണ്ട് ആദ്യത്തെ ബോധധാര നോവല് ഏതാണ്? സ്വർഗദൂതൻ. ബോധധാര നോവലാണ് സ്വർഗദൂതൻ. ആരുടേതാണ് സ്വർഗദൂതൻ? പോഞ്ഞിക്കര റാഫി. പോഞ്ഞിക്കര റാഫിയുടേതാണ് സ്വർഗദൂതൻ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. കബഡി കളിയിലെ കളിക്കാരുടെ എണ്ണം. കബഡി കളിയിൽ 7 പേരാണ് ഉള്ളത്. 7 പേര്. 15 പേര് എന്തിനാണുള്ളത്? റഗ്ബി. റഗ്ബി കളിക്കാൻ എത്ര പേര് വേണം? 15 പേര് വേണം. ഫുട്ബോള്
അതേപോലെ തന്നെ HCF നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ എത്രയാണ്? 11 പേരാണ് വേണ്ടത്. ഇനി ബേസ്ബോൾ ആണെങ്കിലോ ബേസ്ബോളിന് എത്ര വേണം? നമ്മുടെ 9 പേരാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബാലസാഹിത്യ പുരസ്കാരം പ്രിയ ASനാണ് 2023 ലഭിച്ചത്. എന്താണ്? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ, പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് 2023 കുഞ്ഞിതളുകൾ ബാലസാഹിത്യ അവാർഡ് ലഭിക്കുന്നത്, കേന്ദ്ര ബാലസാഹിത്യ അവാർഡ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട എന്താണ്? 2024 കേന്ദ്ര ബാലസാഹിത്യ അവാർഡ് നോക്കണ്ടേ? ആർക്കാണ് അത്? ഉണ്ണി അമ്മയമ്പലം. ആർക്കാണ്? ഉണ്ണി അമ്മയമ്പലം. ഏത് കൃതിക്കാണ് ഉണ്ണിയമ്മ അമ്പലത്തിന് ലഭിക്കുന്നത്? അൽഗോരിതങ്ങളുടെ നാട്. എന്താണ്? അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതിക്കാണ് എന്ത് ലഭിക്കുന്നത്? ഉണ്ണിയമ്മ അമ്പലത്തിന് 2024 ബാലസാഹിത്യ അവാർഡ് ലഭിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 2022 ആർക്കായിരുന്നു 2022 ബാലസാഹിത്യ അവാർഡ്? അത് സേതുവിനാണ്. സേതുമാധവൻ, അതാണ് സേതു കേട്ടോ. അതായത് ചേക്കുട്ടി, എപ്പോഴും ചോദിക്കുന്നതായിരുന്നു ചേക്കുട്ടി എന്ന കൃതി. സേതുമാധവൻ സേതു ആണ് 2022 കേന്ദ്ര ബാലസാഹിത്യ അവാർഡ്. അപ്പൊ എന്ത് ചെയ്യണം? 2023 ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കേണ്ടത് 2024 2023 പഠിച്ചു വെച്ചേക്കുക. ഉണ്ണിയമ്മ അമ്പലത്തിനാണ്, അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതിക്കാണ്. 2024 തന്നെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് R ശ്യാംകൃഷ്ണൻ. R ശ്യാംകൃഷ്ണനാണ് എന്ത് ലഭിക്കുന്നത്? യുവ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചെറുകഥയാണ് എന്ത്? മീശക്കള്ളൻ. മീശക്കള്ളൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചെറുകഥയ്ക്കാണ് എന്ത് ലഭിക്കുന്നത്? R ശ്യാംകൃഷ്ണന് യുവ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി 2024 ഭാഷാ സമ്മാൻ ലഭിക്കുന്നത് ആർക്കാണ്? ഓരോ ഭാഷകൾക്കും അതാ കിട്ടുന്നത് KG പൗലോസിനാണ്. KG പൗലോസ്. ഓക്കെ, എന്താണ്? ഭാഷാ സമ്മാൻ, മലയാളത്തിലെ ഭാഷാ സമ്മാൻ ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യമേത്? ഏതാണ് കൂത്തിന് ഉപയോഗിക്കുന്നത്? അത് മിഴാവാണ്. മിഴാവ്. ചോദിക്കാറുണ്ട് കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല ഏതാണ്? അത് പാടകമാണ്. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല അറിയപ്പെടുന്ന പേരാണ് എന്ത്? പാടകം. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ്? ഭൂതരായർ ആരുടേതാണ്? രാമവർമ്മ അപ്പൻ തമ്പുരാന്റേതാണ്. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? വെട്ടത്ത് സമ്പ്രദായം കഥകളിയാണ്. കഥകളി, വെട്ടത്ത് സമ്പ്രദായം. പിന്നെ എന്തൊക്കെയാണ്? കപ്ലിങ്ങാട് സമ്പ്രദായം, കപ്ലിങ്ങാട്ട് സമ്പ്രദായം എന്ന് പറയും. അതേപോലെ കല്ലുവഴി സമ്പ്രദായം, വെട്ടത്ത് സമ്പ്രദായം, ഇതെല്ലാം എന്താണ്? കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാണ് ദേശീയ കഥകളി ദിനം? ദേശീയ കഥകളി ദിനം ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ കഥകളി ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 16 എന്താണ് പ്രത്യേകത? അത് വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമാണ്. വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കഥകളി ദിനമായിട്ട് ഒക്ടോബർ 16 ആചരിക്കാൻ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? അത് വള്ളത്തോൾ മലയാളി ആയതുകൊണ്ട് തന്നെ ദേശീയ കഥകളി ദിനം നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് നോക്കാം. മഹാകവി P കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത്? മേഘരൂപൻ ആറ്റൂർ രവിവർമ്മയാണ് എഴുതിയത്. ആരെ പറ്റിയാണ്? മഹാകവി P കുഞ്ഞിരാമൻ നായരെ പറ്റി. ഇത് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട്. ആറ്റൂർ രവിവർമ്മ മേഘരൂപൻ എന്ന കവിതയിൽ പരാമർശിക്കുന്ന വ്യക്തി ആരാണ്? മഹാകവി P കുഞ്ഞിരാമൻ നായരാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് 1973 ഓക്കെ, ആരായിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ? TCS മണി ആയിരുന്നു അല്ലെ? മണിയായിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇനി 2024 സന്തോഷ് ട്രോഫി ആർക്കാണ്? അത് ബംഗാളിനാണ്. കേരളത്തെ തോൽപ്പിച്ചിട്ട് ബംഗാളാണ് 2024 സന്തോഷ് ട്രോഫി നേടുന്നത്. 2023 അണ്ടർ 17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്തോനേഷ്യയാണ്. വിന്നർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജർമ്മനിയാണ്. ജർമ്മനി വിന്നർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാൻ നോക്കാം. നമുക്ക് ഏതൊക്കെയാണ്? ശരിയായവയാണ് നമുക്ക് വേണ്ടത്. സമത്വ സമാജം നമുക്കറിയാം വൈകുണ്ഠസ്വാമിയാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഒന്ന് തെറ്റാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ ശരിയാണ്. അതേപോലെ തന്നെ എന്താണ്? യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടുമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവന. ഓപ്ഷൻ C ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ്? കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം
മണക്കുളം ആരാണ്? മുകുന്ദരാജ. ആരൊക്കെയാണ്? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയുമാണ്. എപ്പോഴും ചോദിക്കുന്നത് വള്ളത്തോളിന്റെ പേരാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? ചെറുതുരുത്തിയാണ്. ചെറുതുരുത്തി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയാണ്. അത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് ചോദിക്കാറുണ്ട്. 1930 അത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ ആസ്ഥാനം ചോദിക്കും. അതേതാണ്? ചെറുതുരുത്തിയാണ്. അതേപോലെ നമ്മുടെ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നുണ്ട്. ഏത് വർഷം? 2007 അതിന് കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നത്. പഠിച്ചു വെക്കുക. ഓക്കെ. അതേപോലെ തന്നെ കലാമണ്ഡലത്തിന് നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എ കാറ്റഗറി പദവി കൊടുക്കുന്നുണ്ട്. എ കാറ്റഗറി പദവി കൊടുക്കുന്നത് 2010 എ കാറ്റഗറി പദവി കൊടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരമാണ് മൈക്കൽ ഫെലിപ്സ് ആണ്. ഏകദേശം 28ഓളം എന്തോ, അത് അദ്ദേഹം ഒരു സ്വിമ്മറാണ്, അമേരിക്കൻ സ്വിമ്മറാണ്. 28ഓളം ഒളിമ്പിക് മെഡൽ എന്തോ അദ്ദേഹം നേടിയിട്ടുണ്ട്. കെ.സി. ലേഖ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കെ.സി. ലേഖയുടെ പേര് എന്തുമായിട്ടാണ്? ബോക്സിംഗ് താരമായിരുന്നു കെ.സി. ലേഖ എന്ന് പറയുന്ന വ്യക്തി, അല്ലെ? എന്തിനായിരുന്നു നമുക്ക് കെ.സി. ലേഖ നമ്മൾ പഠിച്ചത്? 2021 നമ്മുടെ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിക്കുന്ന വ്യക്തിയാണ് ആര്? കെ.സി. ലേഖ എന്ന് പറയുന്നത്. ബോക്സിംഗ് താരമാണ്. ഫയദൂർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ആരാണ്? പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൃശ്ശൂർ പൂരമാണ് ഇലഞ്ഞിത്തറമേളം എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ ചോദിക്കുന്നതാണ് നമ്മുടെ അത്തച്ചമയം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ചോദിക്കാം. തൃപ്പൂണിത്തറ ഓണവുമായി ബന്ധപ്പെട്ട ഒരു തൃപ്പൂണിത്തറ നടക്കുന്ന ഉത്സവമാണ് അത്തച്ചമയം എന്ന് പറയുന്നത്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് ആരാണ്? നർഗേസ് മുഹമ്മദിയാണ്. നർഗേസ് മുഹമ്മദി. നിങ്ങൾ എന്ത് ചെയ്യുക? 2024 നോബൽ പ്രൈസ് എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ. ഒരു മാർക്ക് ഉറപ്പാണ് പരീക്ഷകൾക്ക്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി ഏതിലേതാണ്? ഖസാക്കിന്റെ ഇതിഹാസത്തിലെയാണ് അപ്പുക്കിളി എന്ന് പറയുന്നത്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ് താരമാണ് ആര്? കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്നത്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ആര്? കുഞ്ഞനന്തൻ നായർ. തിക്കൊടിയൻ കുഞ്ഞനന്തൻ നായർ. തൂലികാനാമങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കിനി മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ മലയാളവും കൂടി വരുന്നുണ്ട്. അത് മെയിൻസിനും ആയിക്കോട്ടെ, അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിനും മെയിൻസിനും നമുക്ക് മലയാളം വേണം. അപ്പൊ നമ്മൾ മലയാളവും ഇതേപോലെ നമുക്ക് പതുക്കെ ചെയ്തു തുടങ്ങാം. പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ഭാഗിയമുള്ളവർ ഇതിനെ പടച്ചോവർ ഏത് കൃതിയിലെ വരികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് മുഹൈദ്ദീൻ മാലയാണ്. റെയർ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നേരത്തെ പറഞ്ഞ ആ ഒരു നാല് പേരുടെ വരികൾ തന്നിട്ടുണ്ടായിരുന്നു, അതും പഠിച്ചു വെക്കണേ. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ എസ്.കെ. പൊറ്റക്കാടിന്റെ രചന ഏതാണ്? ജ്ഞാനപീഠ ഒരു ദേശത്തിന്റെ കഥ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻസ് മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ആര്? ആർ പ്രഖ്യാനന്ദ. നമ്മളിവിടെ ചിലപ്പോൾ ഓപ്ഷനിലേക്ക് ഗുകേഷ് തരും. ഗുകേഷ് ആരാണ്? വേൾഡ് ചാമ്പ്യൻ ആണ്. വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണ് ഗുകേഷ് ഇത് നേടുന്നത്. വേൾഡ് ചാമ്പ്യൻ ആണ്, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇത് ആർ പ്രഖ്യാനന്ദയാണ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 2024 ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യയും അതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുമായിരുന്നു. ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക. ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ 1, 3 അല്ലേ? അപ്പൊ ഏത് വരും? 1, 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യയാണ് അതിൽ വിൻ ചെയ്തത്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും കൂടി ആയിരുന്നു ലാസ്റ്റ് മത്സരം. ആരാണ്? ഇന്ത്യയാണ് വിൻ ചെയ്യുന്നത്. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി. 2023 വയലാർ അവാർഡ് ആർക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്? അത് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. ശ്രീകുമാരൻ തമ്പി. എന്താണ്? ജീവിതം ഒരു പെൻഡുലം എന്നുള്ളതായിരുന്നു. 2024 അവാർഡ് ആർക്കാണ്? 2024 അത് അശോകൻ ചെരുവിൽ. ഏത് കൃതിക്കാണ്? അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ്. കാട്ടൂർ കടവ്. വയലാർ അവാർഡ് 2024 ലഭിച്ചത് അശോകൻ ചെരുവിൽ, കാട്ടൂർ കടവ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. ഏതാണ് നോവൽ എന്ന് പറയുന്നത്? ജീവിതം ഒരു പെൻഡുലം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി ഒടക്കുള്ള അവാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. 2023 പി.എൻ. ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ്. 2024 കെ. അരവിന്ദാക്ഷൻ ഗോപ എന്ന കൃതിക്കാണ്.
കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നതിൽ നിന്നും കണ്ടെത്താൻ. കഥകളിയിലെ വേഷങ്ങൾ ഏതൊക്കെയാണ്? പച്ചയുണ്ട്, പച്ച, കത്തി, കരി, മിനുക്ക്, താടി അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ 5 പഠിക്കുന്നത്. പച്ച, കത്തി, കരി, മിനുക്ക്, താടി എന്ന് പറയുന്ന 5. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. കത്തി, കരി, താടി ഇവിടെ ഉണ്ട് അല്ലെ. ഇനി എന്തുണ്ട്? താടി, മിനുക്ക്. ഇവിടെ താടി വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ എന്തില്ല? പച്ചയില്ല അല്ലെ. പച്ച, മിനുക്ക് കണ്ട. അപ്പൊ ഓപ്ഷൻ വരുന്നത് എന്താണ്? ഇതൊക്കെ ആൻസറിൽ വരുന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ് നമുക്ക് വേണ്ട കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 1, 3 ആണ്. 1, 3. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കോഡ്. HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണ്? 11 ആണെന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോള്. ക്രിക്കറ്റ്, ഹോക്കി. ഇവിടെ ഫുട്ബോൾ ഉണ്ട്, പക്ഷെ ഇവിടെ വോളിബോൾ ഉണ്ട്. അപ്പൊ ഇവിടെ അല്ല. ഇനി അപ്പൊ ഏതാണ് ആൻസർ വരേണ്ടത്? ഇത് മാത്രമാണ് അല്ലെ. 1, 3 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത്? ഭദ്രവിലാപം വള്ളത്തോളിൻ്റെതാണ്. ഋതുവിലാസം കൊച്ചു സീത വള്ളത്തോളിൻ്റെതാണ്. രാത്രിമഴ എന്ന് പറയുന്നത് സുഗതകുമാരിയുടെ കൃതിയാണ്. സുഗതകുമാരി, രാത്രിമഴ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ആര്? EMS നമ്പൂതിരിപ്പാട്. താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? KT ഇർഫാൻ. KT ഇർഫാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വാക്കിംഗ് ചാമ്പ്യൻ ഇതാണ്. KT ഇർഫാൻ എന്ന് പറയുന്ന വാക്കിംഗ് നടത്തവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അത് അത്ലറ്റ് ആണ്. അതേപോലെ തന്നെ സിനി ജോസ് ആരാണ്? സിനി ജോസ് എന്ന് പറയുന്ന റിലേ താരമാണ്. റിലേ താരമാണ്. അപ്പൊ അതും അത്ലറ്റ് ആണ്. അഞ്ജു ബോബി ജോർജ് ആരാണ്? അത് ലോങ് ജമ്പ് താരമാണ് അഞ്ജു ബോബി ജോർജ്. അപ്പൊ അതും അത്ലറ്റ് ആണ്. ജിമ്മി ജോർജ് ആരാണ്? അദ്ദേഹം ഒരു വോളിബോൾ പ്ലെയർ ആണ്. വോളിബോൾ പ്ലെയർ. അപ്പൊ അത് അത്ലറ്റ്സിൽ വരുന്നത്. അത് ഗെയിമിങ്ങിലാണ്. അപ്പൊ ഏതൊക്കെയാണ്? 1, 2, 4 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? അത് NS മാധവനാണ്. NS മാധവൻ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം രചിച്ചത് അരുൺ അലോഷ്യസ്. 2023 സെപ്റ്റിമിയാസസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാണ് ആര്? നമ്മുടെ ടോവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വേദിയായ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് കോയമ്പത്തൂരാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? AK ഗോപാലൻ അല്ലെ. AK ഗോപാലൻ നമുക്കറിയാം ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഒക്കെ സ്ഥാപകനാണ് AK ഗോപാലൻ എന്ന് പറയുന്നത്. 1846 കോട്ടയം മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. സ്വദേശാഭിമാനി ദിനപത്രത്തിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആരാണ്? അത് അതിന്റെ എഡിറ്റർ ആയിരുന്നു കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ആത്മവിദ്യാ കാഹളം ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 50ഓളം ക്വസ്റ്റ്യൻസ്, നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ 2, 4, 6, 8, 9ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് നമ്മൾ ഈ 50 ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് വൃത്തിക്ക് നമ്മൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഇനിയുള്ള പരീക്ഷകൾക്ക് പോകാവൂ. നമ്മൾ പണ്ടൊക്കെ പറയുമായിരുന്നു പാറ്റേൺ മാറിയപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്രത്തോളം റിപ്പീറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കായിട്ട് ചെയ്തു തരാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്തെങ്കിലും ഒരു കമന്റ് രേഖപ്പെടുത്തുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്